ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാപ്പ് ബിൽഡാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്ത ബിൽഡൊക്കെ ഒരു മാപ്പിൻ്റെ ഉള്ളിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പരിപാടി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എവിടെ ബിൽഡ് ചെയ്യും എന്നതായിരുന്നു. അതായത് ഒരുപാട് ഡൗട്ട് അടിച്ചു ഗേസ്, എവിടെ പണിയും, അതെവിടെ പണിഞ്ഞാലാണ് സെറ്റ് ആവുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ പണിയാമെന്ന് തീരുമാനിച്ചു. ഇവിടെ ആകുമ്പോൾ ഏകദേശം ഓക്കെയാണ്, ഈ സൈഡിലോട്ട് അധികം ബിൽഡ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ പണിയാം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ അബ്രാക്കഡബ്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ സെറ്റാവും ഗൈസ്. കംപ്ലീറ്റ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഇത്രയും ഞാൻ അധികം സെറ്റാക്കി, എന്താണ് ഫുൾ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് നീറ്റാക്കി. ഇനി ഞാൻ ഇവിടെ സ്പ്രൂസിൻ്റെ ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ഫ്രെയിം നമുക്ക് ഫസ്റ്റ് സെറ്റാക്കി എടുക്കണം. ആൻഡ് ഇതൊന്നും ഞാൻ അധികം പ്ലാനൊന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. സോ ചുമ്മാ എനിക്കങ്ങനെ പറഞ്ഞു തന്ന് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെ കുറേ ബ്ലോക്കുകൾ ഇതുപോലെ ഒരു ഫ്രെയിം അങ്ങനത്തെ ഒരു സംഭവം സെറ്റാക്കി എടുക്കണം. ഇതേപോലെ കുറേ ബ്ലോക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇനി ഈ ഒരു നടുക്കത്തെ ബ്ലോക്കൊക്കെ ഞാൻ പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് പിന്നെ കഷ്ടപ്പെട്ട് ഇതിനകത്തെല്ലാം വെച്ചത്. അതെനിക്കും അറിയത്തില്ല ഗൈസ്, ഞാനും ചുമ്മാ വെച്ചതാണ്. ഇപ്പം നമുക്കതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് നമ്മുടെ ജാക്ക് ഓ ലാൻറ്റേൺ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതുണ്ടാക്കാൻ വേണ്ടി കുറേ പംകിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഷിയേഴ്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ കുറേ പംകിൻസ് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ നേരെ ഇതേപോലെ ഇവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷിയേഴ്സ് എടുത്തതിന് ശേഷം ഫുള്ളൊന്ന് ഇതേപോലെ ആക്കി കൊടുക്കാം. ഷേവ് ചെയ്യാം, എന്തോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇതേപോലെ സീഡൊക്കെ വെളി വരും ആൻഡ് ആ ഒരു ഫേസ് പോലെ ആവും. എന്നിട്ട് ഇതെല്ലാം നമുക്ക് പൊട്ടിച്ച് എടുക്കാം. എന്നിട്ട് നേരെ നമ്മൾ ഫുൾ പൊട്ടിച്ചെടുത്തു. ദെൻ നമ്മൾ നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വന്നിട്ട് കുറേ ടോർച്ച് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ചധികം ടോർച്ചൊക്കെ ഉണ്ടാക്കി. ദെൻ നമ്മൾ നേരെ ജാക്ക് ഓ ലാൻറ്റേൺ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതുപോലെ കുറേ ജാക്ക് ഓ ലാൻറ്റേൺ ഉണ്ടാക്കി. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം മാപ്പ് മണ്ടേ വെച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലോയി ലുക്ക് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ജാക്ക് ഓ ലാൻറ്റേൺ എന്ന് വിളിച്ച് നാക്കൊടുക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് മത്തങ്ങ തലയെന്ന് വിളിക്കാം. അപ്പോൾ ഈ മത്തങ്ങ തലയന്മാരെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഇതേപോലെ കംപ്ലീറ്റ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൗണ്ടൊന്നും എടുത്തിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് വെച്ചതിന് ശേഷം നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതേപോലെ കംപ്ലീറ്റ് നമ്മുടെ മത്തങ്ങ തലയന്മാരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗോയ്സ്. പെർഫെക്റ്റ് കൗണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കുറേ ഐറ്റം ഫ്രെയിം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുവാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഫുള്ളായിട്ട് വെക്കാം. ഇത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് വെച്ചതിന് ശേഷം കറക്റ്റാണോ നോക്കാം. ഇതും പെർഫെക്റ്റ് കൗണ്ടായിരുന്നു. ഞാനിതൊന്ന് കൗണ്ട് ചെയ്തതല്ല, വിശ്വസിക്കില്ല എന്നറിയാം, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ദെൻ കുറേ മാപ്പ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ കുറേ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കുറേ മാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ മാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ മാപ്പ് ഫസ്റ്റത്തെ മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു, ബിക്കോസ് ഞാനിതൊന്നും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഓരോ മാപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരേപോലത്തെ 2 എണ്ണം ഉണ്ടാക്കി മാപ്പ് വേസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇനിത്തെ മെയിൻ പരിപാടി ഫുൾ സെറ്റാക്കി കറക്റ്റായിട്ട് ഇവിടുത്തെ ഏകദേശം ഒരു ഓർഡറിൽ ഇത് കറക്റ്റായിട്ട് വെക്കുക. ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് കറക്റ്റ് ഒരു ഓർഡറിൽ വെച്ചത്. ഇന്നലെ 8 മണിക്ക് ഇരുന്നത് 10 മണി 11 മണിയായിട്ട് പോലും തീർന്നില്ല എന്നുള്ളതാണ് കേസ്. ഓക്കെ, കുറേ ടൈം എടുത്തു. 2000 years later. അപ്പോൾ ഞാൻ ഇതേപോലെ കുറേ ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് എങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. A few moments later. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാസ്റ്റത്തെ മാപ്പ് നമ്മൾ വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് കറക്റ്റ് ലെവലിലൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ സംഭവം കഴിഞ്ഞു ഗൈസ്. കുറേ ടൈം എടുത്തു നമ്മൾ ഇത്രയും സെറ്റാക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഏരിയ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന കുറച്ച് ഏരിയ ആണ് കേട്ടോ ഇത്. അയ്യോ, കുറേ ടൈം എടുത്തു ഗൈസ്. നമ്മളത് ആ ഒരു ഇടയ്ക്ക് കാണുന്ന കുറച്ച് ബിൽഡുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മാപ്പിന് വേണ്ടി
എന്താണ് ഈ എന്തോരം ടൈമാണ് പോയെന്നറിയോ. അപ്പോൾ ഈ ഒരു ഇടയ്ക്കുള്ള ഇത്രയും ബിൽഡ് നമ്മൾ ചെയ്തിട്ടുള്ളൂ, കുറച്ചേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നേരെ നമുക്കിനി കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളായി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ട്രാപ്പ് ഡോർ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഈ ഒരു വുഡിൻ്റെയൊക്കെ ആ ഒരു സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വെക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിച്ച് വെക്കുക. then അപ്പുറത്തെ സൈഡിൽ നമ്മൾ വെക്കുകയാണ്. ഈ ഒരു ബാക്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ തലമാരുടെ ബാക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് ഇതേപോലെ വെച്ച് കൊടുക്കണം. ദെൻ മേളിലായിട്ട് ഞാൻ സ്ലാബ് ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു മാപ്പ് കാണാനും രസമുണ്ട്, അതാണ് വേറൊരു കാര്യം. കുറേ ടൈം എടുത്താലും കാണാൻ രസമുള്ള പോലെ ഉണ്ട്. ദെൻ നമ്മൾ നമ്മുടെ സ്റ്റെയർസ് എടുത്തതിന് ശേഷം ഈ സ്റ്റെയർസ് ഇതേപോലെ ഇവിടെ ഇതേപോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ ആ ഒരു സ്ലാബ് വിട്ടുപോയി വെക്കാൻ വേണ്ടി, അപ്പോൾ അതോടെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. ബാക്ക് സൈഡ് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. കാണുമ്പോൾ ഇതേപോലെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇതേപോലെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് ഇതേപോലെയാണുള്ളത്. ഫ്രണ്ട് പിന്നെ ഒരു ലുക്ക് നോർമലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് ഞാൻ ചെറിയൊരു പാത്ത് കാര്യങ്ങളൊക്കെ പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ பார்க்கலாம். ഈ വീഡിയോ ഒക്കെ ഭയങ്കര ഷോർട്ടാണ്, ബട്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ നന്നായിട്ട്. അപ്പം കാണാം, ബൈ.